ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഇനി ഒരു പുതിയ മത്സ്യകന്യകയുടെ കഥയാണ്. ഈ കഥ നടക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും കുറച്ച് കിലോമീറ്റർ മാറിയുള്ള ശംഖുമുഖം കടപ്പുറത്താണ്. ഇന്ന് ആ വിശേഷപ്പെട്ട രാത്രിയാണ്. മത്സ്യകന്യകകളുടെ എല്ലാം റാണിയായി ഗാഥ സ്ഥാനമേൽക്കുന്ന രാത്രി. രാത്രിയുടെ 2ാം യാമത്തിൽ മത്സ്യകന്യകകളുടെ എല്ലാം റാണിയായി, മത്സ്യറാണിയായി ഗാഥ ആ പദവി അലങ്കരിക്കും. കടലിലെ മത്സ്യകന്യകമാരെല്ലാം ഗാഥയെ വാഴ്ത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. അവളുടെ പ്രണയം അവൾക്ക് സ്വന്തമാക്കാൻ വരം ലഭിക്കുന്നതും ഇതേ രാത്രി തന്നെയാണ്. മറ്റു മത്സ്യങ്ങളെല്ലാം കടലിൽ നിന്ന് പങ്കാളിയെ കണ്ടെത്തിയപ്പോൾ ഇവൾക്ക് മാത്രം കരയിലെ പുരുഷനോടായിരുന്നു പ്രണയം. ഏതൊരു മത്സ്യകന്യകയാണോ മത്സ്യറാണിയാകുന്നത്, അന്ന് അവൾക്ക് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം മത്സ്യങ്ങളുടെ എല്ലാം ആരാധനാ ദൈവമായ ബ്രഹ്മാവിനോട് ചോദിക്കാനും അതവൾക്ക് ബ്രഹ്മാവ് വരമായി നൽകുകയും ചെയ്യും. ഇപ്പോൾ രാത്രിയിൽ 1ാം യാമം കഴിയാറായിരിക്കുന്നു. ഇനിയുള്ളത് കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ്. കടലിന്റെ ആഴത്തിലെ കൊട്ടാരത്തിൽ വെച്ചാണ് ഗാഥ മത്സ്യറാണിയായി മാറാൻ പോകുന്നത്. എവിടെ എന്റെ പ്രിയൻ? എവിടെ? അർജുൻ എവിടെ? റാണിയെ കാത്തുകൊണ്ട് കടൽക്കരയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ലേ അർജുൻ തമ്പുരാൻ ഇന്നലെ മടങ്ങിയത്? കടൽക്കരയിൽ തന്നെ റാണിയെ കാത്തുകൊണ്ട് നിൽക്കുന്നുണ്ടാകും. ഞാൻ കടൽക്കരയിലേക്കൊന്ന് പോയി വരാം. മോളെ വേണ്ട, 1ാം യാമം അവസാനിക്കാറായിരിക്കുകയാണ്. അമ്മേ, ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങ് എത്തിയേക്കാം. ശരി മോളെ, സൂക്ഷിക്കണം. ശരി അമ്മേ. ഗാഥ മത്സ്യമായി മാറി നീന്തി കടൽ തീരത്തെത്തി മനുഷ്യരൂപം സ്വീകരിച്ചു. അർജുൻ! ഗാഥ ഉറക്കെ വിളിച്ചു. പക്ഷേ അർജുൻ കടൽ തീരത്തില്ലായിരുന്നു. കുറെ നേരം വിളിച്ച ശേഷം അർജുനെ കാണാത്ത വിഷമത്തിൽ ഗാഥ വീണ്ടും വെള്ളത്തിലേക്ക് ചാടാൻ തുടങ്ങിയപ്പോഴാണ് പിന്നിലെ വിളികേട്ട് അവൾ നാണത്തോടെ തിരിഞ്ഞത്. ഗാഥ! അതെ, അത് അർജുനായിരുന്നു. അർജുൻ, നീ എന്നെ കളിപ്പിക്കുകയായിരുന്നോ? പിന്നല്ലാതെ. ഇന്നുകൂടി കഴിഞ്ഞാൽ പിന്നെ നീ റാണിയല്ലേ, മത്സ്യറാണി. പിന്നെ ചിലപ്പോൾ ഇത്ര സ്വാതന്ത്ര്യമുണ്ടാകുമെന്ന് എന്താ ഉറപ്പ്? ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് അർജുന്റെ ചുണ്ട് പൊത്തിപ്പിടിച്ച് ഗാഥ തുറന്നു. അരുത്, അങ്ങെന്റെ പാതിയാണ്. ഇനി ഈ പദവിയല്ല, ദൈവം എന്ന പദവി എനിക്ക് കിട്ടിയാൽ പോലും ഞാൻ ദൈവമായി കണക്കാക്കുന്നത് അത് അങ്ങയെ തന്നെ ആയിരിക്കും. പിന്നെ ഈ പദവി, ഇത് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു കടമ മാത്രമാണ് അർജുൻ. എനിക്കറിയാം ഗാഥ, ഞാൻ നിന്നെ ഒന്ന് കളിപ്പിച്ചതല്ലേ. നിന്റെ മുഖത്തെ ഈ കോപത്തിനുമുണ്ടൊരു ഭംഗി. അർജുൻ, ഇന്നു മുതൽ ഞാനും നീയും ഒന്നാകാൻ പോകുകയാണ്. ഇനി അതിന് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 1ഉം 2ഉം സംസാരിച്ച് അർജുന്റെ തോളിൽ ചാരിയിരിക്കുകയാണ് ഗാഥ. അപ്രതീക്ഷിതമായിട്ടാണ് അവിടേക്ക് കുറച്ച് പയ്യന്മാർ കടന്നു വന്നത്. അവരുടെ എല്ലാം കണ്ണിൽ പെട്ടെന്ന് വജ്രം പോലെ തിളങ്ങുന്ന പ്രകാശമടിച്ചപ്പോൾ അവരിൽ ഒരാളായ രോഹൻ കൂട്ടുകാരോട് പറഞ്ഞു, എടാ ദേ നോക്ക്, വജ്രാഭരണം. അവളുടെ കഴുത്തിലും കയ്യിലുമെല്ലാം തിളങ്ങുന്ന ആഭരണങ്ങൾ. ശരിയാ, വിവാൻ പറഞ്ഞു. രോഹ, അത്രയും വജ്രം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്തിനും ഏതിനും ഋഷിയേട്ടനോട് കെഞ്ചേണ്ട ആവശ്യമില്ലായിരുന്നു. അടിച്ചു പൊളിച്ച് ജീവിക്കാമായിരുന്നു അല്ലേ? അതിനും വേണം ഒരു ഭാഗ്യം, അവരിലൊരാളായ മാധവൻ പറഞ്ഞു. എടാ രോഹ, എന്താ? നമുക്കൊരു കൈ നോക്കിയാലോ? എന്ത് നോക്കാൻ? അത് നമ്മളിപ്പോ 5 പേരുണ്ട്. ഞാൻ, നീ, വിവാൻ, സുരേഷ്, ഹരീഷ്. അവരാണ് 2 പേരും. അതുകൊണ്ട്? ഹരീഷ് ആവേശത്തോടെ ചോദിച്ചു. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നാൽ ആ ആഭരണങ്ങൾ മോഷ്ടിച്ച് നമുക്കിവിടെ നിന്ന് കടക്കാം. നീ പറഞ്ഞത് ശരിയാടാ, വാ ഒരു കൈ നോക്കാം. അവർ 5 പേരും അർജുന്റെയും ഗാഥയുടെയും അരികിലേക്ക് പോയി. ഞെട്ടലോടെ അവരിരുവരും ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. ഗാഥ, നീ പൊയ്ക്കോ. ഗാഥ പോകാൻ തുടങ്ങുമ്പോൾ സുരേഷ് ഗാഥയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അങ്ങനെ അങ്ങ് പോയാലോ? ഇത്രയും ആഭരണമിട്ട് കൈയും കാലും കഴുത്തുമൊക്കെ കഴയ്ക്കുന്നുണ്ടാകും. കുറച്ചെങ്കിൽ തന്നാൽ ഞങ്ങൾ വീട്ടിൽ കൊണ്ട് തരാമായിരുന്നു. പെട്ടെന്ന് അർജുൻ അത് തടയാനായി ഗാഥക്കരികിലേക്കെത്തി. അർജുനെ പിടിച്ചു തള്ളി അവനെ രോഹനും വിവാനും ചേർന്ന് തല്ലാൻ തുടങ്ങി. അർജുൻ, ഒന്നും ചെയ്യല്ലേ, എന്റെ അർജുനെ വെറുതെ വിടൂ. അർജുൻ! ഓ, ഇത് നിന്റെ ലവറാണല്ലേ? വെറുതെ വിടാം. ആദ്യം നിന്റെ കഴുത്തിലുള്ള മാലകളെല്ലാം എന്റെ അടുത്ത് താ. മാലയല്ലേ വേണ്ടത്, ഞാൻ തരാം. അരുത് ഗാഥ, നീ അത് കൊടുക്കരുത്. അത് കടലമ്മയുടെ കൊട്ടാരത്തിലെ വിലപിടിപ്പേറിയ പവിഴമുത്തുകളാൽ നിർമ്മിച്ച കോടികൾ വിലമതിക്കുന്ന മാലകളാണ്. കൊടുക്കരുത്. അർജുൻ, എനിക്കതിലൊക്കെ വലുതാണ് നീ. മിണ്ടാതിരിയടാ എന്ന് പറഞ്ഞ് അർജുന്റെ കരണത്ത് ഒരടി കൂടി വിഹാൻ പൊട്ടിച്ചു. വേണ്ട, ഞാൻ തരാം. ഗാഥ മാലകളെല്ലാം ഊരി സുരേഷിന്റെ കയ്യിൽ കൊടുക്കാൻ തുടങ്ങവേ അർജുൻ വിഹാനെയും രോഹനെയും തള്ളിമാറ്റി എഴുന്നേറ്റ് വന്ന് സുരേഷിനെ തല്ലി. എടാ! വേണ്ട അർജുൻ. പാടില്ല ഗാഥ, ഇത് വന്മാർക്ക് ലഭിക്കാൻ പാടില്ല. പെട്ടെന്ന് രോഹനും വിഹാനും ഹരീഷും അർജുനെ ദൂരേക്ക് വലിച്ചു കൊണ്ടുപോയി. എടാ, നീയൊക്കെ എന്നെ എത്ര ദൂരെ കൊണ്ടുപോയാലും
ആ ആഭരണങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ മരിക്കണം. എടാ, നീ നമ്മളെ വെല്ലുവിളിക്കുന്നുവോ? നമ്മൾ ആരാണെന്ന് നിനക്കറിയാമോ? നിങ്ങൾ ആരായാലും വെറും എച്ചികളാണ്. മറ്റുള്ളവരുടെ സമ്പാദ്യം മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന നീയൊക്കെ വെറും ചെറ്റുകളാണ്. എന്താടാ നീ നമ്മളെ വിളിച്ചത്? ചെറ്റുകളെന്നോ? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിഹാൻ അർജുന്റെ വയറിൽ ചവിട്ടി. അർജുൻ എന്ന് വിളിച്ചുകൊണ്ട് ഗാഥ ഉറക്കെ കരഞ്ഞു. വേണ്ട ഗാഥ, വേണ്ട, എന്റെ അർജുനെ വിട്. അർജുനെ വിടാം. ഇനിയൊരു കാര്യം കൂടിയുണ്ട്. എന്താ? എന്റെ ആഭരണമൊക്കെ ഞാൻ തന്നില്ലേ? ആഭരണം മാത്രം പോരാ, പിന്നെ ആഭരണം ഇട്ടിരുന്ന ഈ ശരീരം കൂടി എനിക്ക് വേണം. എത്രയാ നിന്റെ റേറ്റ്? എടോ, താൻ എന്താടോ പറഞ്ഞത്? എന്താ നീ കേട്ടില്ലേ? വെണ്ണ കടഞ്ഞെടുത്ത ശരീരമാണല്ലോ. ഇന്ന് രാത്രി എന്റെ കൂടെ വാ, AC റൂമുണ്ട്. ഞാൻ മര്യാദയുടെ ഭാഷയിൽ അവസാനമായി പറയുകയാ, എന്നെയും അർജുനെയും വിട്. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? നീ എന്റെ കൂടെ ഒന്ന് വാ. നിന്റെ അർജുനുമൊത്ത് നിനക്ക് സുഖമായി രാവിലെ തിരിച്ചു പോകാം. എടാ, നിനക്കെന്നെ ശരിക്കും അറിയില്ല. ആരാ നീ? ഞാൻ ആരാണെന്നോ? ഞാൻ നിന്റെ ഈ അഹങ്കാരത്തിനും എന്റെ അർജുനെ നിങ്ങൾ ഉപദ്രവിച്ചതിനും ഇപ്പോൾ ഈ നിമിഷം പക വീട്ടാൻ പോകുകയാ. ഓ, പക വീട്ടാനോ? പക വീട്ടാൻ നീ ആരാ? നാഗകന്യകയോ? അതോ ബാക്കി കൂടി ചോദിക്കടാ. പെട്ടെന്ന് ഗാഥയുടെ കണ്ണുകളിലെ കൃഷ്ണമണിയുടെ നിറം മാറാൻ തുടങ്ങി. അത് കണ്ട സുരേഷ് ഞെട്ടി. ആരാ നീ? സത്യം പറ. ഞാൻ ആരാണെന്ന് അറിയണമല്ലേ? അർജുനെ വിട്. അവളുടെ ശരീരത്തിലെ തൊലി മീനിന്റെ പുറം പോലെ ആകാൻ തുടങ്ങി. ഇത് കണ്ട രോഹനും വിഹാനും അർജുനെ വിടാൻ തുടങ്ങവേ സുരേഷ് പറഞ്ഞു, എടാ, ഇവൾ അതെ, ഞാൻ മത്സ്യകന്യകയാ, ഇച്ഛാകാരി മത്സ്യകന്യക. എടാ, അവനെ വിടരുത്. വിട്ടാൽ ഇവൾ എന്നെ കൊല്ലും. നിമിഷ നേരത്തിനകം ഗാഥ പാതി മത്സ്യവും പാതി മനുഷ്യനുമായ രൂപത്തിലേക്ക് വന്നു. അത് കണ്ട 5 അംഗ സംഘം ഞെട്ടി. സുരേഷിനെ തന്റെ വാലിൽ ഗാഥ ചുറ്റിപ്പിടിച്ചു. പെട്ടെന്ന് അവിടെ കിടന്ന ഒരു പൊട്ടിയ കള്ളുകുപ്പിയെടുത്ത് അർജുന് നേരെ ചൂണ്ടിയിട്ട് വിഹാൻ പറഞ്ഞു, എടി, ഇവനെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ സുരേഷിനെ വെറുതെ വിട്. അത് കേട്ട ഗാഥ സുരേഷിനെ തന്റെ വാലിൽ നിന്നും മുക്തിയാക്കി. സുരേഷ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. അപ്പോഴേക്കും വിഹാൻ രോഹനോട് പറഞ്ഞു, എടാ, ഇവൻ എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റൂ. നിമിഷം നേരം ചിന്തിച്ചു നിൽക്കാതെ വിഹാന്റെ കയ്യിലിരുന്ന പൊട്ടിയ കള്ളുകുപ്പി വാങ്ങി രോഹൻ അർജുന്റെ വയറ്റിൽ കുത്തിക്കയറ്റി. ശേഷം അവരിരുവരും അവിടെ നിന്നും ഓടിപ്പോയി. അർജുന്റെ നിലവിളി കേട്ട ഗാഥ അവന്റെ അരികിലേക്ക് ഓടി. അർജുന്റെ തല മടിയിലെടുത്തു വെച്ച് അവൾ കരയാൻ തുടങ്ങി. അർജുൻ, നിനക്കൊന്നും സംഭവിക്കില്ല. നിന്നെ ഞാൻ രക്ഷിക്കും. കണ്ണ് തുറക്ക് അർജുൻ. പക്ഷേ അർജുന്റെ കണ്ണുകൾ അവസാന നിമിഷത്തിലേക്കായി അടച്ചു. വയറ്റിൽ കിട്ടിയ കുത്തിന്റെ ആഘാതത്തിൽ അർജുൻ പിടഞ്ഞു ഗാഥയുടെ മടിയിൽ കിടന്ന് മരിച്ചു. ഇല്ല അർജുൻ, കണ്ണ് തുറക്ക്. നിനക്കൊരിക്കലും എന്നെ വിട്ട് പോകാൻ കഴിയില്ല അർജുൻ. നീയില്ലാതെ ഒരു ലോകത്ത് ഞാനുമില്ല. നീയില്ലാതെ എനിക്ക് എങ്ങനെയാ ഒരു ജീവിതം? നീ ഇല്ലെങ്കിൽ ഞാനുമില്ല എന്ന് പറഞ്ഞ് ഗാഥ അർജുന്റെ വയറ്റിൽ കുത്തിയിരിക്കുന്ന കള്ളുകുപ്പിയെടുത്ത് തന്റെ വയറിലേക്കും കുത്തിക്കയറ്റി. നിന്നോടൊത്ത് ജീവിക്കാനായി 100 വർഷം കഴിഞ്ഞായാലും നമ്മൾ പുനർജനിക്കും അർജുൻ. ഇത്രയും പറഞ്ഞ് അർജുന്റെ നെഞ്ചിലേക്ക് ഗാഥ മരിച്ചു വീണു. പെട്ടെന്ന് അവിടേക്ക് മഴയും കാറ്റും കോളും ശക്തമായി പെയ്യാൻ തുടങ്ങി. ഇതേ സമയം കടലിന്റെ അടിയിൽ. മോളെ മെഹക്, എന്താ അമ്മേ? കുറെ നേരം ആയല്ലോ ഗാഥ കരയിലേക്ക് പോയിട്ട്. ഇനി വെറും 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ 2ാം യാമത്തിനായി. നീ പോയി അവളെ കൂട്ടിക്കൊണ്ടു വാ. ശരി അമ്മേ, ചേച്ചിക്കല്ലെങ്കിലും ഒരു ശ്രദ്ധയുമില്ല. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇത്രയും പറഞ്ഞ് മെഹക് മത്സ്യരൂപത്തിൽ കരയിലേക്ക് പോകാനൊരുങ്ങി. ഇതേസമയം ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് ശംഖുമുഖം വഴി പോകുകയായിരുന്ന ഋഷാബിന്റെ കണ്ണിൽ പെട്ടെന്നാണ് കടൽക്കരയിൽ ആരോ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഡ്രൈവർ, വണ്ടി നിർത്ത്. ഋഷഭ് കാറിൽ നിന്നും ഇറങ്ങി കടപ്പുറത്തേക്ക് വന്നു. അയ്യോ മൈ ഗോഡ്, ഇതെന്ത് പറ്റിയതാണാവോ? ഋഷഭ് ഫോണെടുത്ത് 108നെ വിളിച്ചു. ഇതേസമയം മെഹക് കടൽ തീരത്തെത്തിയിരുന്നു. മുന്നിൽ നടക്കുന്ന ദൃശ്യം കണ്ട് മെഹക് സ്തംഭിച്ചു പോയി. ഗാഥയുടെ വയറിൽ നിന്നും കത്തി വലിച്ചൂരി ആ കത്തിയിൽ ഒരാൾ നോക്കുന്നു. മെഹക് പെട്ടെന്ന് കരയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ അവിടേക്ക് ഒരുപാട് ആളുകൾ ഓടിക്കൂടി. പിന്നെ എല്ലാവരും ചേർന്ന് ഗാഥയെയും അർജുനെയും ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി. ഋഷഭിന്റെ മുഖമാകെ വിയർത്തിരുന്നു. അവൻ പോക്കറ്റിൽ നിന്നും ഹാൻഡർഷീഫ് എടുത്തു മുഖം തുടച്ചു. പെട്ടെന്നാണ് മെഹക് അത് ശ്രദ്ധിച്ചത്. അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ താഴേക്ക് വീണിരുന്നു. മെഹക് വിവരം കടലിലെ മറ്റ് മത്സ്യകന്യകമാരെ അറിയിച്ചു. തങ്ങളുടെ റാണിയെ നഷ്ടപ്പെട്ട വിഷമത്തിൽ ആകെ കരച്ചിലും ബഹളവുമായി അവിടെ. കടൽ തീരത്തെ ആൾക്കൂട്ടം ഒഴിഞ്ഞ ശേഷം മെഹക് കരയിലേക്ക് കയറി. ഋഷഭിന്റെ കയ്യിൽ നിന്നും താഴെ വീണ പേപ്പർ എടുത്തു. അത് വിസിറ്റിംഗ് കാർഡായിരുന്നു. ഗുജറാൾ ഗ്രൂപ്പ് എന്നായിരുന്നു ആ വിസിറ്റിംഗ് കാർഡിൽ ഉണ്ടായിരുന്നത്. എന്റെ ചേച്ചിയെ കൊന്ന നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ കണ്ടുപിടിച്ച് നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യും. നീ എന്റെ ചേച്ചിയെയും ചേച്ചിയുടെ സ്നേഹിതനെയും കൊന്നുകളഞ്ഞു. ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ മതിയാകൂ. ഇതാ ഈ മഹാരാത്രിയുടെ 2ാം യാമത്തിൽ ഇച്ഛാധാരി മത്സ്യകന്യകയായ മെഹക് എന്ന ഞാൻ ബ്രഹ്മാവിനെ തൊട്ട് സത്യം ചെയ്യുന്നു. എന്റെ ചേച്ചിയുടെ കൊലപാതകിയായ അവനെ ഞാൻ കൊലപ്പെടുത്തും. അവനെ മാത്രമല്ല, അവന്റെ കുടുംബം ഒന്നടങ്കം ഞാൻ നശിപ്പിക്കും.
കുടുംബത്തിലുള്ള ഒരാൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നിന്നെ ഞാൻ അറിയിക്കും. ഇത് ഈ മത്സ്യകന്യകയുടെ പ്രതികാര കഥയാണ്.